സോ ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പം കുറേ ദിവസമായിട്ട് നമ്മളങ്ങനെ അപ്ഡേറ്റ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ചുകൂടി വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് മോസ്റ്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് അപ്കമിങ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂണായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇൻഫോർമേഷൻസ് എപ്പോഴും ഷെയർ ചെയ്യണം. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ട് എപ്പോഴും ഇരുന്നാൽ പോലെ ലൈക്ക് ആ എഡ്യൂക്കേഷൻ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പലർക്കും ഒരു ലൈറ്റായിട്ട് മാറുന്നത്. സോ വെൽക്കം. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ചിലപ്പം നിങ്ങൾ ഹറി ബറിയിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്സ് മിസ് ഔട്ട് ചെയ്താലോ എന്നോർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ ടോപ്പിക്സ് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ടേ പോകാവുള്ളൂ. ബാക്കി ടോപ്പിക്സ് എല്ലാം നോക്കണം, പക്ഷെ അതിനടുത്ത് ഈ ഒരു ടോപ്പിക്സ് കുറച്ചുകൂടി ഒരു വെയിറ്റേജിൽ നോക്കുക. കാരണം ഇത് ഓൾറെഡി ലൈക്ക് നമ്മൾ ആ ഒരു കുറച്ച് വർഷങ്ങളുടെ അനാലിസിസ് എടുത്തപ്പോൾ കിട്ടിയൊരു ഇൻഫോർമേഷനായത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് വേഗം പോകാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷനിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഹെൻറീസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനും. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതിൻ്റെ ലോ എന്താണെന്ന് പഠിക്കുക, റിലേഷൻ എങ്ങനെയാണ് വരുന്നത്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ അതൊക്കെ പഠിക്കണം കേട്ടോ. പിന്നെ റൗൾസ് ലോ, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അത് തമ്മിലുള്ള റിലേഷൻ വരുന്നത്, എന്തൊക്കെ തമ്മിലാണ് റൗൾസ് ലോയിൽ റിലേഷൻ ആവുന്നത്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ, അതിൻ്റെ ലൈക്ക് ഫിഗേഴ്സ് ഒക്കെ വരാറുണ്ട്, പലതവണ വന്നിട്ടുമുണ്ട് ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻ. പിന്നെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, വോൺ ഹോ ഫാക്ടർ, പിന്നെന്താ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഡിസോസിയേഷൻ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മൈന്യൂട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കുക. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് അങ്ങനെ ആ സൊല്യൂഷൻ ചാപ്റ്ററിൻ്റെ അതായത് വരാവുന്ന അത്രയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. 2024 വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിലിടാം, അല്ലാതെ എൻ്റെ ചാനൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതും നിങ്ങളൊന്ന് ഫുള്ളി കണ്ടാൽ ഐ തിങ്ക് സൊല്യൂഷൻ ചാപ്റ്ററിൽ നിങ്ങൾക്കൊരു നല്ല കോൺഫിഡൻസ് കിട്ടും. സോ നമുക്ക് അടുത്ത ചാപ്റ്റർ പറയാം, ഇലക്ട്രോ കെമിസ്ട്രി നോൺ സ്റ്റിക്ക് ഇക്വേഷൻ. അത് കുറച്ച് ഒരു 5 വർഷങ്ങളായിട്ട് ആ ഒരു സംഭവം എന്ന് പറയാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോൺ സ്റ്റിക്ക് ഇക്വേഷൻ അതൊക്കെ ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ സമയത്ത് ചെയ്തതും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എഫക്റ്റ് ഓഫ് ഡയലൂഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടായിരുന്നു പ്രീവിയസ് ഇയറിൽ. പിന്നെ കൊലാറേഷ്യസ് ലോ എന്ന് പറയുന്നൊരു ലോ ഉണ്ട്, അതും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കിയാലും വൃത്തിക്ക് മനസ്സിലാവും. പിന്നെ കെ ഇക്വിലിബ്രിയം, അതിൻ്റെ ന്യൂമറിക്കൽസും ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് ഇലക്ട്രോ കെമിസ്ട്രിയിൽ അറൗണ്ട് 9 മാർക്സാണ് വരുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ. സോ ആ 9 മാർക്സ് മിസ് ഔട്ട് ചെയ്യരുത് ഒരിക്കലും. ഇനി അടുത്തതെന്ന് വെച്ചാൽ DF ആണ് ഞാൻ പറഞ്ഞത്. DF ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് DF ഇമ്പോർട്ടൻ്റ് ആണ്. KMnO4 ഇതെന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാവോ? ഇത് വെച്ചിട്ടുള്ള എന്തായാലും ഒരു ഇക്വേഷൻ ചോദിക്കും, അതിൻ്റെ റിയാക്ഷൻ വെച്ചിട്ടുള്ളത് ചോദിക്കും. പിന്നെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻസ്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിൻ്റെ ഫോർമേഷൻ എന്താണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അറിയത്തില്ലാത്തവർ അത് ചെക്ക് ഔട്ട് ചെയ്യുക, അതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നതെന്നുള്ളതെങ്കിലും പഠിക്കുക ആ ചാപ്റ്റർ നോക്കുമ്പോൾ. ഇത് ഫുൾ ടെക്സ്റ്റ് വായിക്കാനൊന്നും നമുക്ക് സമയമില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കണം കേട്ടോ. ഇനിയും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നെയിമിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വൃത്തിക്ക് പഠിക്കുക. കാരണം നെയിമിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് കിട്ടും. ആ നെയിമിങ് പഠിച്ചാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ VBT ഹൈബ്രിഡൈസേഷന്, പിന്നെ CFT കോൺഫിഗറേഷൻ, ഐസോമറിസം അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ വേവ് ലെങ്തിൻ്റെ ഓർഡർ എങ്ങനെയാണ്, അതായത് ചില കോമ്പൗണ്ട്സ് വരും എന്നിട്ട് ഇതിൽ ഏതിനാണ് വേവ് ലെങ്ത് കൂടുതൽ. അപ്പം മിക്കപ്പോഴും അതായത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എൻട്രൻസിനാണ് കൂടുതൽ സാധ്യത, പക്ഷെ ഇതിലും വരാറുണ്ട്. അതായത് ആ ഒരു പെർസെൻറ്റേജ് ഹയസ്റ്റ് ടു ലോവസ്റ്റ് കാണിക്കുക, അങ്ങനത്തെ സംഭവങ്ങൾ വരാൻ സാധ്യത നല്ല കൂടുതലാണ്. പിന്നെ കെമിക്കൽ കൈനറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓർഡർ 0th ഓർഡറിൻ്റെ ഗ്രാഫ് വൃത്തിക്ക് പഠിക്കുക, അതിൻ്റെ SI യൂണിറ്റ് പഠിക്കുക, ഫോമുലാസും പഠിക്കുക. ഏത് കോൺസെൻട്രേഷനുമായിട്ട് ഒട്ടും ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതിൻ്റെ ന്യൂമറിക്കൽസ് ചോദിക്കാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. പിന്നെ അരൈനസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം അതിൻ്റെ ഇക്വേഷൻ ന്യൂമറിക്കൽസ്, അതിൻ്റെ ആക്ടിവേഷൻ എനർജി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. 2 ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി, അപ്പം ആക്ടിവേഷൻ എനർജി എങ്ങനെ കണ്ടുപിടിക്കും.
അപ്പോൾ ആ ഫോമുലാസൊക്കെ വൃത്തിക്ക് ഓർക്കുക. കാരണം ആ ഫോമുലാസ് ഓർത്താൽ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് വരുന്നത്, ഇൻഡയറക്റ്റ്ലി ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ്, അതായത് ഫിസിക്കൽ കെമിസ്ട്രി എന്നുള്ള സംഭവം, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, ഈ 3 ചാപ്റ്ററും വൃത്തിക്ക് പഠിക്കുക. ഞാൻ വേഗം വേഗം പറഞ്ഞു പോകാം ഓർഡർ. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻസ് ആണ് ഞാൻ നോക്കുന്നത്. അതിനകത്ത് SN1 vs SN2, ദാറ്റ്സ് ഡാം ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. SN1 എങ്ങനെയാണ് സംഭവിക്കുന്നത്, SN2 എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ് അത് നോക്കുക. എലിമിനേഷൻ റിയാക്ഷൻസ് നോക്കുക. ഹാലോ അരീൻസ് vs സോ ഇപ്പോൾ ഇതിൽ എന്താ ഹാലോ അരീൻസ് vs ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. പിന്നെ വോട്ട്സ്, ഫിംഗിൾസ്റ്റൈൻസ്, വോട്ട്സ്, ഈ റിയാക്ഷൻ. ആയത് ഈ ഒരു ചാപ്റ്ററിൽ ഒന്നും പഠിക്കാൻ പറ്റില്ലെങ്കിലും SN1 vs SN2 SN2 എന്താ സംഭവിക്കുന്നത് അത് പഠിക്കണം. ഇത് ഉറപ്പൊന്നുമില്ല, ചിലപ്പം ചോദിച്ചേക്കാം, ചോദിക്കാതിരിക്കാം. പക്ഷേ ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക. ഇത് നമുക്കൊരു വേഗം ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യാതെ, അയ്യോ പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് കളയാതെ അതിലെന്തും ചോദിക്കാൻ നമുക്കറിയാം. അപ്പം ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ചാപ്റ്റർ ആൽക്കഹോൾ ഫീനോൾ ഈതർ, അതിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് നോക്കണം. പിന്നെ ഈതർ HI റിയാക്ഷൻ, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അസിഡിക് നേച്ചർ ഓഫ് ആൽക്കഹോൾ, ലൂക്കാസ് ടെസ്റ്റ്. പിന്നെ ബയോമോളിക്യൂൾസ്, ബാക്കി ഞാൻ നമ്മുടെ ആൽഡിഹൈഡ്, കീറ്റോൺ കാർബോക്സിലിക് ആസിഡും അമീൻസിനെ ഞാൻ എഴുതിയിട്ടില്ല, കാരണം അത് മിക്കപ്പോഴും അതിൻ്റെ ടെസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ടൈപ്പ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് തന്നിട്ട് റിയാക്റ്റൻസ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി എനിക്ക് അതിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു പോർഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ മതി ആ 2 ചാപ്റ്റേഴ്സിൽ കേട്ടോ. ഇൻ ദ കേസ് നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചിരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും റിയാക്റ്റൻ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് അത് മനസ്സിലാക്കി പ്രോഡക്റ്റ് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. അതിൽ ഇത്രയും പോർഷൻ പഠിച്ചിട്ടേ പോവുള്ളൂ. ഗ്ലൂക്കോസ്, സൂക്രോസ്, സ്ട്രാറ്റ്സ്, ലിങ്കേജസ്, പ്രോട്ടീൻ സ്ട്രക്ചർ ഉണ്ട്, ഡീനാച്ചുറേഷൻ ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഡിസീസസ് ഏതൊക്കെയാണ്, DNA vs RNA, ഈ പോർഷൻസ് ഇത്രയും പഠിച്ചിട്ട് പോകണം. സോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇത് തന്നെ വരണം എന്നൊന്നുമില്ല, പക്ഷേ മിനിമം നിങ്ങൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ വല്ലതുമാണ്, സ്കിപ്പ് ചെയ്യരുത്, എല്ലാ ചാപ്റ്ററും പഠിക്കണം. കാരണം നമ്മൾ എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ഇനിയും കിട്ടുന്ന സമയത്തിൽ 1 മിനിറ്റ് പോലും കളയരുത്. നമ്മൾ ആ ഒരു 2 ദിവസം കൂടി വൃത്തിക്കൊന്ന് പഠിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രി. സോ അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ബാക്കി എല്ലാ ടോപ്പിക്സും പഠിക്കണം, പക്ഷേ ഈ ഒരു ടോപ്പിക്സ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് പഠിക്കണം. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഇനിയും കുറച്ചുകൂടി വീഡിയോസൊക്കെ ഇടാം നമുക്ക്. അതായത് ഞാൻ ഇനിയും പ്ലാൻ ചെയ്യുന്നത് കുറച്ച് PVQൻ്റെ, അതായത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് PVQs, പിന്നെ കുറച്ച് ടിപ്സും ട്രിക്സും അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ അപ്കമിങ് ആണ്. സോ സ്റ്റേ ട്യൂണായിട്ട് നമ്മുടെ ചാനലിലൂടെ തന്നെ ഇരിക്കുക. സോ അപ്പം നന്നായിട്ട് പഠിക്കുക വൃത്തിക്ക്. സോ ബൈ ബൈ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.